മോനെ, ആഹാ, ത്രിമൂർത്തികൾ ഒരുമിച്ച് തന്നെ ഉണ്ടല്ലോ. അയ്യോ, ഞങ്ങൾ ത്രിമൂർത്തികളല്ലമ്മേ, രാമലക്ഷ്മണന്മാരാ. ഇത് രാമൻ, ഞാൻ ലക്ഷ്മണൻ, ഇത് ഹനുമാൻ. അങ്ങനെ പോയ കളിയൊക്കെ ഒന്നും വേണ്ട. ഹനുമാൻ ചില്ലറക്കാരനൊന്നുമല്ല. ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീണപ്പോ മൃതസഞ്ജീവനിക്ക് വേണ്ടി മലയും ചുമന്ന് വന്നവനാ. ആ ശരിയാ, മടിയ മല ചുമക്കൊന്ന് കേട്ടിട്ടുണ്ട്. ഹനുമാൻ ഒരു കയ്യിലല്ലേ മല ചുമന്നുള്ളൂ. എന്റെ അമ്മേ, ഞാൻ ഈ 2 കയ്യിലാ ഈ മലമടിയന്മാരെ ചുമക്കണത്. അമ്മ എന്താ ഇത്ര ലേറ്റ് ആയത്? ഇത്ര നേരമായിട്ട് അമ്മയെ കാണാതിരുന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു വരില്ലെന്ന്. അതെങ്ങനെയാ? അത്യാവശ്യമായിട്ടൊന്ന് ഇവിടം വരെ വരണമെന്ന് വിളിച്ചു പറഞ്ഞാ വരാതിരിക്കാൻ പറ്റുമോ? വിശേഷമൊക്കെ പിന്നെ പറയാം. അമ്മ ആദ്യം കാപ്പി കുടിക്കേ. സുന്ദര, ആ കാപ്പി എടുക്കാൻ എനിക്ക് വിശക്കുന്നുണ്ട്. കാപ്പി കുടിക്കാൻ വരട്ടെ. ഇവനൊരു പെണ്ണുമായിട്ട് ഇഷ്ടാണെന്നോ ഞാൻ വന്നാ കുട്ടിയെ കാണണമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്താടാ ഇതൊക്കെ? അമ്മ അത് എന്ത് കമ്മാന്ന് ഞാൻ പറയാം. ഇവൻ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു, അവക്കും ഇഷ്ടമാണ്. അമ്മ കണ്ട് NOC കൊടുത്താൽ നമുക്ക് ഈ കല്യാണം നടത്താം. ആഹാ, അപ്പൊ എല്ലാം നിങ്ങളങ്ങ് തീരുമാനിച്ചു അല്ലേ? അല്ല, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണമ്മ. ഐശ്വര്യം ഉണ്ടോ ഇല്ലെന്നൊക്കെ ഞാനൊന്ന് കാണട്ടെ. അപ്പൊ ഡേറ്റ് ഫിക്സ് ചെയ്തോ? അമ്മക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു. കാപ്പി എടുത്തോ, കാപ്പി എടുത്തോ. മോളിരിക്കെ. മോൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ബാലുവിന്റെ അമ്മയാ. മോളിവിടെ കമ്പ്യൂട്ടർ കോഴ്സിന് പഠിക്കുകയല്ലേ? ഞാൻ വന്ന എന്തിനാണെന്ന് മോൾക്കറിയോ? ഞാൻ വന്ന് മോളെ കാണണമെന്ന് ബാലുവിനൊരേ നിർബന്ധം. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. ഈ പ്രായത്തിനിടയിൽ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവനാ എന്റെ മോൻ. അല്ല, അങ്ങനെ ഞാൻ അവനെ വളർത്തിയത്. അവനിങ്ങനൊരു മോഹം പറഞ്ഞപ്പോ എനിക്കിവിടെ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്ന് കണ്ടപ്പോ എന്തുകൊണ്ട് എന്റെ മോന് യോജിച്ചവള മോളെന്ന് എനിക്ക് ബോധ്യായി. അമ്മയ്ക്ക് സന്തോഷായി മോളെ. കഞ്ഞിക്കുഴിക്കാരിയാ, ഇത് കൊല്ലം പരവൂരുകാരി. ഈ ഹോസ്റ്റലിൽ നല്ല പീസുകൾ പറ്റിയ 2 എണ്ണത്തിന് തപ്പിയെടുത്ത് നമുക്ക് 3 പേർക്കും കൂടി സമൂഹ വിവാഹം നടത്തിയാലാ? അപ്പൊ നാട്ടിലുള്ളതാ? അതെന്നെ ഉപേക്ഷിച്ച് പോയല്ല. എങ്ങനെ പോവാതിരിക്കും, ഇതല്ലേ കോലം. അമ്മ പോയിട്ട് നേരം കുറെ ആയല്ലോ. ആ, എനിക്ക് തോന്നണത് അമ്മ ഇപ്പൊ തന്നെ കല്യാണം ഉറപ്പിച്ചിട്ടേ വരുള്ളൂന്നാണ്. പുറത്ത് മതി, അകത്ത് വേണ്ട. ഫറൂഖ്കാരിയാ. എന്റെ മറുപടിയും കാത്ത് ബാലും കൂട്ടിന് വെളിയിൽ നിൽക്കുക. ഞാൻ ഇറങ്ങട്ടെ. ബാക്കിയൊക്കെ മുതിർന്നവരായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം.